പോലും മുല കാണിച്ച് കുട്ടികളെ കുടിപ്പിക്കുന്നു. ഇവിടെ കാശുണ്ടാക്കാൻ പിള്ളേരായിട്ട് ചോടുക. അതാ പറഞ്ഞ മൃഗത്തോട് മനുഷ്യനെ തുലനപ്പെടുത്തും, മൃഗത്തിന്റെ സ്റ്റാൻഡേർഡ് പോകും. അട ഞാൻ വിവരിക്കുന്നില്ല, ഓടിച്ചങ്ങ് നിർത്തിയേക്കാം ആ ഭാഗം. ഈ അമ്മ കുഞ്ഞിനെ വളർത്താൻ തുടങ്ങി. അമ്മയ്ക്കറിയാം കുഞ്ഞിനെ എങ്ങനെ വളർത്തണമെന്ന്. ഈ അപ്പന്മാരെ കാലം പിള്ളേര് വളരുന്നതിന് കഷ്ടപ്പെടുന്നത് അമ്മമാരെ ഇല്ലേ? പറ, അമ്മമാര്. അപ്പനോട് ഇഷ്ടമില്ലെന്നല്ല, എങ്കിലും അമ്മമാർക്കാ കൂടുതൽ ബന്ധപ്പാണ്. കുഞ്ഞിന്റെ ഒരു അസുഖമൊക്കെ വന്നാൽ അമ്മയാണ് ഒത്തിരി കഷ്ടപ്പെടുന്നത്. കുഞ്ഞുങ്ങളെപ്പോഴും അമ്മയായിട്ടുള്ള പറ്റുമാനം. കുഞ്ഞുങ്ങൾ അടുക്കളയെ പറ്റി അമ്മയെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്. എന്തെങ്കിലും കാര്യം സാധിക്കാതെ അമ്മമാരോടാ പറയുന്നത്. അതൊരു ദൈവം വെച്ചിരിക്കുന്ന ഒരു പ്രകൃതി നിയമമാണ്. അമ്മയ്ക്കൊരു കരുണയുണ്ട് പിള്ളേരോട്. അത് ഞാൻ അധികം വിവരിക്കുന്നില്ല. ഈ അമ്മ കുഞ്ഞിനെ നല്ലതുപോലെ വളർത്തി. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതെല്ലാം കൃത്യസമയത്ത് കൊടുക്കും. ഇപ്പോഴത്തെ വളർത്തല്ല, പണ്ടത്തെ വളർത്ത്. പണ്ട് പിള്ളേർക്ക് ഈ അസുഖം വരാതിരിക്കാൻ ഒരമരുന്ന് കൊടുക്കുമായിരുന്നു. ഒരമരുന്നില്ലേ? ഇല്ലേ? പറ, എന്തുവൊക്കെയാ ഒരമരുന്ന്? പറ, എന്തൊക്കെയാ അമ്മേ? പറമേ. ആ ജാതിക്കാം, ആ എടുക്കാം, അത്യാവശ്യമാ. പിന്നെ വയമ്പ്, പിന്നെ ഒരമരുന്ന് കൊടുക്കുക. അങ്ങാടിക്കടന്ന് കിട്ടുന്നതാ. ജാതിക്കായുണ്ട്, താന്തിക്കായുണ്ട്, ജാതിപത്രിയുണ്ട്, കടുക്കായുണ്ട്, വയമ്പുണ്ട്, മാതളത്തോടുണ്ട്, ഗടംപിരിയുണ്ട്, വലംപിരിയുണ്ട്, കച്ചോലമുണ്ട്, പാൽക്കായം. ഒരിക്കൽ ഞാൻ പറഞ്ഞപ്പോൾ ഒരുത്തൻ ചോദിച്ചു, പുള്ളിക്ക് ഇതിന്റെ ബിസിനസ് ആയിരുന്നോ? ഞാൻ ചേട്ടാ, എനിക്കിതിന്റെ ബിസിനസ് ഒന്നും ഉണ്ടായിട്ടല്ല. എന്റെ ഇളയ പെങ്ങൾ എന്നേക്കാൾ 12 വയസ്സിന് ഇളയതാണ്. അപ്പൊ അവർക്ക് കൊച്ചുനാൾ എന്റെ അമ്മ കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കും തന്നിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ലല്ലോ. എവക്ക് കൊടുക്കുമ്പോൾ എനിക്ക് നല്ല 12 വയസ്സില്ലയോ? അപ്പൊ അങ്ങാടിക്കടയിൽ നിന്നാണ് ഇത് മേടിക്കുന്നത്. മേടിച്ചൊരു പാത്രത്തിൽ ഇട്ട് വെച്ചിരിക്കുക. അമ്മ, ഞങ്ങളുടെ അമ്മ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. എല്ലാ അമ്മമാരും അങ്ങനെയാണോ കൊടുത്തത് എന്ന് എനിക്ക് അറിയത്തില്ല. ഞങ്ങളുടെ വീട്ടിലെ പഠിത്തമാണ് അത്. രാവിലെ അമ്മ കൊച്ചിനെ എണ്ണ തേപ്പിച്ച്, ഞങ്ങളുടെ പഴയ ഗ്രാമീണ ചുറ്റുപാടല്ലേ, വലിയ ചുറ്റുപാടും വീടുമൊന്നുമുള്ള വീടല്ല. അപ്പൊ കൊച്ചിനെ ഈ പാളക്കകത്ത് എണ്ണ തേച്ചങ്ങിടും. അത് കഴിഞ്ഞേച്ച് കുളിപ്പിക്കും. രക്ഷിക്കപ്പെടാത്ത കാലമല്ലേ. കുളിപ്പിച്ച് കഴിഞ്ഞ് പൗഡറും ഒക്കെ ഇട്ട് കണ്ണുമൊക്കെ എടുത്ത്, രക്ഷിക്കപ്പെടാത്തതുകൊണ്ട് കണ്ണുമൊക്കെ എടുത്തിട്ട് ഈ കവിളിലൊരു മറുകും. എന്നുവെച്ചേ ചിലപ്പോ അമ്മ താഴെ ഇരിക്കോ കട്ടിലൊക്കെ ഇരുന്നേച്ചേ കുഞ്ഞ് കൈത്തന്നെ കിടന്ന് മുലപ്പാല് കുടിക്കും. അപ്പൊ അമ്മ ചിലപ്പോ എന്നോടാ പറഞ്ഞ ആ മരുന്ന് ഇങ്ങെടുത്തോണ്ട് വരാൻ പറയും, ഒരമരുന്ന്. അപ്പൊ ഒരമരുന്ന് എടുത്ത് കൊണ്ടുവെക്കും. അതിന് ഒരയ്ക്കാനൊരു കല്ലുണ്ട്, പ്രത്യേക കല്ല്. കല്ലുമെല്ലാം കഴുകി അമ്മയുടെ ഇടയ്ക്ക് കൊണ്ടുവെക്കും. അപ്പൊ അമ്മയുടെ മുലപ്പാല് 2 തുള്ളി ഒടിച്ചേച്ചാ ഈ മരുന്നെടുത്ത് ഉരയ്ക്കുന്നത്. അങ്ങനല്ലേ? ഓരോ മരുന്ന് ചിലപ്പോ അമ്മയ്ക്കൊക്കെ എന്നോട് പറയും ഉരയ്ക്കാൻ പറ. ഈ ഉരയ്ക്കുന്നുണ്ടാവും ഒരമരുന്ന് എന്നുള്ള പ്രയോഗം. ഇടംപെരി, വലംപെരി, താന്തിക്ക, ജാതിക്ക, കടുക്ക, ജാതിപത്രി, കച്ചോലം, വയമ്പ്, മാതളത്തോട്, പാൽക്കായ്, ഇങ്ങനെ ഒരയ്ക്കും. ഉരച്ചൊരച്ച് ചാലിക്കും. എന്നിട്ട് കൊടുക്കുന്നതിന് ഞങ്ങളുടെ അമ്മ ചെയ്തതാ എനിക്കറിയാമെന്നെ. എങ്ങനെയാ കൊടുക്കുന്നത്? അമ്മ ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ അത് എടുത്തേക്ക് ആദ്യം ഈ കുഞ്ഞിന്റെ ഉള്ളംകാലിനകത്ത് കൂടും ലേശം. കാലിന്റെ ഉള്ളംകാല്, പിന്നെ കണ്ണയ്ക്ക് 2 സൈഡ് മർമ്മസ്ഥാനം അവിടെ, ഈ കാലിന്റെ മടക്ക്, ഇടുപ്പില്, തന്റെ വക്ഷസ്ഥലം, പിന്നെ തൊണ്ടയുടെ 2 ഭാഗത്ത്, പിന്നെ തൊണ്ടക്കുഴി ഇവിടെ, പിന്നെ മൂർധാവില്. അത് ഗുണപ്പെട്ടില്ലെങ്കിൽ ഇതെങ്കിലും ഇന്ന് പഠിച്ചു പോകും. അതെന്റെ ഭാഷ അതെങ്കിലും എനിക്ക് കേൾക്കാനിടയായല്ലോ. അതിനമോ ശ്രദ്ധിക്കുന്ന കുത്തിയിരുന്ന് ഉറങ്ങിയ മൂർധാവില്. ഒടുവിൽ ബാക്കി വരുന്നത് ഇത് ഒരമരുന്ന്. എന്തിനാന്ന് വെച്ചാൽ വിരയുടെ ശല്യം ഉണ്ടാകാതിരിക്കാൻ. ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതുള്ളൂ, ഇതാ അതിന്റെ ക്രമം. ഈ വളർത്തമ്മയുടെ കൈ കൊച്ചിനെ കൊടുത്ത്, വളർത്തമ്മ കൊടുക്കേണ്ടതെല്ലാം കൊടുത്ത് ക്രമത്തിൽ ഈ പെൺകൊച്ചിനെ വളർത്തി, ശൂലേമിയെ വളർത്തി മിടുക്കിയാക്കി, മിടുമിടുക്കിയാക്കി, സുമുഖിയാക്കി, സുന്ദരിയാക്കി. എന്തിനേറെ അമ്മയ്ക്ക് നന്നായിട്ട് വളർത്താൻ അറിയാം. മിടുമിടുക്കിയാക്കി ആ പ്രായമായപ്പോൾ ശൂലേമിയെ കണ്ടാൽ ആരും ഒന്ന് നോക്കും. ആ പരുവത്തിനാക്കി അമ്മ.
ഇവിടെ സൗന്ദര്യത്തെ പറ്റി ഒരു വാക്യമുണ്ട്, പരാമർശം. ശൂലേമികയുടെ സൗന്ദര്യം 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിച്ചാൽ ശൂലേമികയുടെ സൗന്ദര്യത്തെ പ്രകീർത്തിക്കുന്ന ഒരു വാക്യം. അരുണോദയം പോലെ ശോഭയും, അരുണോദയം പോലെ ശോഭയും, ചന്ദ്രനെ പോലെ സൗന്ദര്യവും, സൂര്യനെ പോലെ നിർമ്മലതയും, കുടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കരത്വമുള്ളോരിവൾ. കണ്ടോ, അത്രയ്ക്ക് സൗന്ദര്യമായി. കാരണം വളർത്തേണ്ട അമ്മ അതിന്റെ ക്രമത്തിൽ അങ്ങ് വളർത്തി. എന്തിനേറെ ഇവള് സുമുഖിയായി മിടുക്കിയായപ്പോൾ ഞാൻ മുന്നമേ സൂചിപ്പിച്ചല്ലോ, ഓടിച്ചു പറയാം, അമ്മയുടെ ആദ്യ പുരുഷന്മാര് ജനിച്ച ആൺകുട്ടികൾ ഇവിടെ വന്ന് ബലാത്കാരനെ പിടിച്ച് ഇവരുടെ വീട്ടിൽ കൊണ്ടുപോയി മുന്തിരിത്തോട്ടത്തിന് കാവലാക്കി. ഇവൾക്ക് എതിർക്കാനൊത്തില്ല, ഇടയച്ചെറുക്കം വന്നുമില്ല. ബലാത്കാരനെ പിടിച്ച് അവരുടെ മുന്തിരിത്തോട്ടത്തിന് കാവലേർപ്പെടും. പക്ഷെ ഇവള് കേസിനും വഴക്കിനും ഒന്നും പോയില്ല. ഇന്നത്തെ ജൂലൈ ഞാൻ പറഞ്ഞ കേസും വഴക്കും. നാളെ 2 ഉപദേശിമാര് പറഞ്ഞ് എന്നോട് കയറി കളിക്കരുത്, ഞാൻ മട്ടാഞ്ചേരുന്ന പിള്ളേരെ ഇറക്കുവാണ്. അപ്പം വേറൊരു ഇവിടെ ഞാൻ മട്ടാഞ്ചേരുന്ന് ഇറക്കിയാൽ ഞങ്ങള് ചെങ്കച്ചൂളെന്ന് ലോകം തന്നെ എന്നോ നടക്കുന്നെന്നുള്ളതാ. ഇപ്പം പണ്ടൊരാള് പ്രസംഗിച്ചപ്പോൾ പത്തനാപുരം സൈഡില്ല, വേറൊരാൾ ചെന്ന് ചോദിച്ചു അതിന്റെ ആ വാക്യം ഏതാണ്. 2 ദുർമദേശാ പറഞ്ഞ ഒരാൾ ചെന്ന് ചോദിച്ചു ഇനി വാക്യം പറഞ്ഞു തരാം. പിടിച്ച് സ്റ്റേജിന് പുറകെ കൊണ്ടുപോയി അവിടെ ചോദിച്ചു ഇനി വാക്യം വേണം. വേണ്ട ഇത്ര വാക്യം മതി. അല്ലാത്ത കാലമാണ്. പണ്ട് സംശയമൊക്കെ ഉണ്ട്, വീട്ടിൽ പോയി എങ്ങാനും മേലൊന്നും വായിച്ച് കണ്ടാൽ മതി. ചോദിച്ചൊന്നും ചിലടത്ത് ചെല്ലരുത്. അല്ലാത്ത കാലമാണ്. എവളെ ബലാത്കാരനെ പിടിച്ച് മുന്തിരിത്തോട്ടത്തിന് കാവലേർപ്പെടുത്തി. ഇവളെ കേസിനും അടക്കിനും പോയില്ല. അവള് വിശ്വസ്തയോടെ ആ മുന്തിരിത്തോട്ടം കാത്തു. തടമെല്ലാം എടുത്ത് ആ വാരമെല്ലാം കോഴി നല്ല വക മുന്തിരിവള്ളിയെല്ലാം അവള് അമ്മയുടെ ശിക്ഷണത്തിൽ വളർന്നതല്ലേ, അത് നട്ട് മുറിച്ച് കളയേണ്ടതിനെ മുറിച്ചു, ഒടിച്ചു കുട്ടുന്നതിനെ ഒടിച്ചു കുത്തി, ചിലത് അധികം ഫലം കായ്ക്കാൻ ചെത്തണം, അതിനെ ചെത്തി എന്തിനേറെ ഈ മുന്തിരിത്തോട്ടം പാകമാക്കിയെടുത്തു. ചുരുക്കി പറഞ്ഞ ആ മുന്തിരിത്തോട്ടം ശൂലേമി കാത്ത മുന്തിരിത്തോട്ടം നാട്ടിലെ ഏറ്റവും നമ്പർ 1 മുന്തിരിത്തോട്ടമായി. മുന്തിരി കൊലക്കണക്കിന് കിടക്കുക. ഇളയതും പഴുത്തതും പാകമായതും പക്വത വന്ന് ഇഷ്ടംപോലെ മുന്തിരിക്കുല. ഇനി ഞാന് ഒരു വ്യാഖ്യാനം കൂടെ തന്നേച്ച് ഇങ്ങോട്ട് വരാം, എങ്കിലേ ഇത് മനസ്സിലാകുള്ളൂ. ചിലർക്ക്, ബാക്കിയുള്ളവർക്ക് മനസ്സിലായി. അവിടെ ഈ മുന്തിരിത്തോട്ടം ഇവള് കാത്തപ്പോൾ ശലോമോൻ എന്ന് പറയുന്ന രാജാവ് ഇവളെ കാക്കുന്ന മുന്തിരിത്തോട്ടത്തിന്റെ അടുത്ത് ബാൽഹാമോനിൽ പുള്ളിക്കൊരു മുന്തിരിത്തോട്ടമുണ്ട്, ഒരു രാജമന്ദിരം, അരമനയുണ്ട്, പുള്ളിക്കൊരു ദന്തമന്ദിരമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പുള്ളി വേനൽക്കാല അവധിക്ക് ഈ സ്ഥലത്ത് വന്നിങ്ങനെ വിശ്രമിക്കൊക്കെ പതിവാ. ശലോമോൻ പതിപോലെ ശലോമോൻ അവിടെ വിശ്രമിക്കാൻ വന്നു. അപ്പോൾ ശലോമോൻ ഈ ശൂലേമിയെ കൊണ്ടുപോയ വിഷയമാണ്. അപ്പൊ ഇനി വ്യാഖ്യാനത്തിനോട്ട് വരില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവളെ പ്രസവിച്ചപ്പോ പെറ്റമ്മയുണ്ട്. ആ പെറ്റമ്മ ആരാന്ന് ചോദിച്ചാൽ ആത്മീയ വ്യാഖ്യാനമാ പറയുന്നത് ലോകത്തിന് നേടല എന്ന് പറഞ്ഞാൽ നേരത്തെ നിന്നിടത്തെ അതാ തള്ള, കരുണയില്ലാത്ത, നമ്മൾ നേരത്തെ നിന്ന സ്ഥലമുണ്ടല്ലോ, മനസ്സിലായില്ല. അന്നേ മരിച്ചു പോയെങ്കിൽ എന്റെ ദൈവമേ ഞാൻ എന്തേ, ആ സ്ഥലമാ, അതാ തള്ള, കരുണയില്ലാത്ത അല്ലേ, കുടിച്ച് പൂസായി മുമ്പ് പറഞ്ഞ 4 വാറി ഓടെ കിടക്കുക. ആരും മൈൻഡ് ചെയ്തില്ല. അച്ഛൻ അതിലെ പോയി, കമ്മിറ്റിക്കാരൻ പോയി, കൈക്കാരൻ പോയി, എട്ടവകക്കാരെല്ലാം പോയി. അപ്പൊ ചോദിച്ചതാരാ? അത് ഞങ്ങളുടെ ഇടവകയാണ്. ഏടാ അപ്പറെ കയ്യാലെ ഇപ്പറെ ഓടെ, അതാ ഇടയ്ക്കകത്ത് കിടക്കുക. ഞങ്ങളുടെ ഇടവകപ്പെട്ടു. കാരണം കയ്യാലയുടെ ഇതിന്റെ ഇടയിലാ കിടക്കുന്നത്. ഇടവക ഒരു കണ്ണിന് നിന്നോട് ദയയില്ല. നീ രോഗിയായി അന്ധകരണം പിടിച്ചു കിടന്നതാ, ആരും നിന്നെ ഗവനിച്ചില്ല. നീ ആത്മഹത്യക്ക് ഒരുങ്ങിയതാ, ഒരു കുഞ്ഞുങ്ങൾ പോലും നിന്റെ അടുക്ക വന്നില്ല. നീ നിരാശാഭരിതനായി പോകിച്ചാകാനിരുന്നതാ, ആർക്കും നിന്നോട് ദയ തോന്നിയില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ആ ഇടകച്ചെറുക്കം വന്ന് നിന്നെ കോരിയെടുത്തത്. അവളെ ആ പെറ്റമ്മ നേരത്തെ നിന്ന സ്ഥലമാ, കരുണയില്ലാത്ത ഒരമ്മ. നേരത്തെ നിന്ന സ്ഥലമൊക്കെ എല്ലാവർക്കും അറിയാല്ല, അതാ കരുണയൊന്നുമില്ല. ഇനി ഇടകച്ചെറുക്കൻ
അതാരാന്ന് ഞാൻ പറയേണ്ടത് മുമ്പേ പറഞ്ഞല്ലോ, നല്ല ഇടയനാകുന്ന യേശു ക്രിസ്തു. ഈ പോറ്റമ്മയും വീടും അതൊന്ന് വ്യാഖ്യാനം തരാം. ആ വീട് ഏതാന്ന് ചോദിച്ചാൽ ദൈവസഭയാകുന്ന വീട്. എഫേസ്യലേഖനം അങ്ങനെ പഠിക്കുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ ഗൃഹവിചാരകരെന്ന ദൈവത്തിന്റെ ഭവനം, അതാ ദൈവസഭയാകുന്ന ഭവനം. ഈ പോറ്റമ്മ ആരാന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, തൃത്വത്തിൽ മൂന്നാമനാകുന്ന പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ്. ഭക്ഷണം ഏതൊക്കെയാന്ന് ഞാൻ പിന്നെ പറയാം, അത് വ്യാഖ്യാനം വരും. ഭക്ഷണം അത് ഞാൻ പറയാം. തൃത്വത്തിൽ മൂന്നാമനാകുന്ന പരിശുദ്ധാത്മാവ് ആ പോറ്റമ്മ. അതുകൊണ്ട് സകല സത്യത്തിൽ ഇവളെ വഴി നടത്തി. പോറ്റമ്മ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു, കുഞ്ഞെ അത് കഴിക്കരുത്, ഇതിൽ കഴിക്കരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇവിടെ വരണം. എല്ലാം ഇങ്ങനെ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവതിയെക്കുറിച്ച് ബോധം വരുത്തിക്കൊണ്ടിരിക്കും. അതാ പോറ്റമ്മ. ശലോമോൻ എന്ന് പറയുന്ന ഒരു പ്രഭു രാജാവ്, അവൻ ലോകത്തിന് നിഴല. ലോകമോഹം, ലോകത്തിന്റെ ആഡംബരം, ലോകത്തിന്റെ പ്രൗഢി, ലോകത്തിന്റെ താടിമോടി. അമ്മയുടെ ആ പുത്രന്മാർ എന്ന് പറഞ്ഞാൽ ജഡത്തിന്റെ പ്രവർത്തികളാ, എങ്ങോട്ടും വിടുകയല്ല. പണ്ടൊക്കെ ചെന്ന സിനിമ കാണുന്നത്, ഇപ്പൊ സിനിമ ഇങ്ങോട്ട് വന്ന് കാണിക്കുക. ഉണ്ടോ? പണ്ട് ഓട്ടോ പിടിച്ച് എഴുമറ്റൂരുണ്ടായിരുന്നു തിയേറ്റർ. ഇപ്പോഴുണ്ടോ? ഓട്ടോ പിടിച്ച് എഴുമറ്റൂർ പോയാ വെഴുമറ്റൂരും പോകണ്ട, ഞാനാപ്പള്ളിക്കും പോകണ്ട, ഇങ്ങോട്ടേക്ക് വരിക തിയേറ്റർ. അതാ അമ്മയുടെ പുത്രന്മാർ. അതെ, ഞാൻ അധികം വ്യാഖ്യാനിക്കുന്നില്ല. കർത്താവിന്റെ മഹത്വം. ആ ശലോമോൻ ലോകത്തിന്റെ പ്രഭുവാണ്. എന്തിനേറെ, ഒരു സുപ്രഭാതത്തിൽ ഈ ശലോമോൻ ഈ തോട്ടം കാത്തിരുന്ന ഇവളെ ബലാത്കാരണ കൊണ്ടുപോകുന്ന ഭാഗമാ. ഒറ്റ വാക്കി പറഞ്ഞാൽ, ശലോമോൻ വേനൽക്കാല അവധിക്ക് കെട്ടിടത്തിൽ തന്റെ രാജമന്ദിരത്തിൽ വന്നപ്പോൾ ഈ ശലോമോന്റെ ഒരു പ്രകൃതി, ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്ക് രണ്ട് വീശണം. എന്നാൽ ഈ കൃപയെന്ന് പോയിരിക്കുകയല്ലേ ഇടയ്ക്കിടയ്ക്ക്. കാരണം പുസ്തകത്തിൽ വാക്യമുണ്ട്, അജീർണത നിമിത്തം അങ്ങനൊക്കെ വാക്യം കിടക്കുകയല്ലേ. പുള്ളിക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കഴിക്കണം. അപ്പൊ അതുകൊണ്ട് ശലോമോൻ ഇടയ്ക്കിടയ്ക്ക് കുടിക്കേണ്ടത് കൊണ്ട് ഈ വേനൽക്കാല അവധിക്ക് ഈ സ്ഥലത്ത് വന്നു. അദ്ദേഹത്തിന്റെ കൊട്ടാരമൊക്കെ ഈ ആനക്കൊമ്പ് കൊണ്ടുള്ള കൊട്ടാരമെന്ന് ഒരു ഭാഗമുണ്ട്. ദന്തം കൊണ്ടുള്ളതാം ചന്തമാം രാജധാനിയിൽ, ദന്തം കൊണ്ടുള്ളതാം ചന്തമാം രാജധാനിയിൽ സാന്തമോദം വരുത്തുന്നല്ലോ നീനക്കനീശം കമ്പിവാദ്യങ്ങളിൽ നിസ്വനം. സാന്തമോദം വരുത്തുന്നല്ലോ നീനക്കനീശം കമ്പിവാദ്യങ്ങളിൽ നിസ്വനം. എൻ മനസ്സുയരുന്നകോ നന്മയേറും വചനത്താൽ, എൻ മനസ്സുയരുന്നകോ നന്മയേറും വചനത്താൽ ചിന്മയരാജനെ കുറിച്ചു പാടിയ കഥ ജന്മയോടറിയിച്ചിടുന്നു. ചിന്മയരാജനെ കുറിച്ച് പാടിയ കഥ ജന്മയോടറിയിച്ചിടുന്നു. നിന്നോട് കഞ്ചുകമാകെ മന്നനെ മുറും ലവംഗം, നിന്നോട് കഞ്ചുകമാകെ മന്നനെ മുറും ലവംഗം. ചന്ദനമിവയാൽ നല്ലൊരു മണം പരത്തി മന്ദിരം സുഗന്ധമാക്കുന്നു. ചന്ദനമിവയാൽ നല്ലൊരു മണം പരത്തി മന്ദിരം സുഗന്ധമാക്കുന്നു. എൻ മനസ്സുയരുന്നകോ നന്മയേറും വചനത്താൽ, എൻ മനസ്സുയരുന്നകോ നന്മയേറും വചനത്താൽ ചിന്മയരാജനെ കുറിച്ചു പാടിയ കഥ ജന്മയോടറിയിച്ചിടുന്നു. ചിന്മയരാജനെ കുറിച്ചു പാടിയ കഥ ജന്മയോടറിയിച്ചിടുന്നു. നിന്നോട് വലത്തോബീറിൻ
പൊന്നണിഞ്ഞും കൊണ്ടൂരാജ്ഞി നിന്നുടെ വലത്തോ വീരിൻ പൊന്നണിഞ്ഞു കൊണ്ടൂരാജ്ഞി നിന്നിടും നല്ലയോ സ്വാതിനി നോക്കുകൾ മൊഴി ഇന്നു ചായിക്ക നിൻ കാതുകൾ നിന്നിടും നല്ലയോ സ്വാതിനി നോക്കുകൾ മൊഴി ഇന്ന് ചായിക്കാൻ കാതുകൾ എൻ മനസ്സുയരും ഉയരുന്നകോ നന്മയേറും വചനത്താൽ എൻ മനസ്സുയരുന്നകോ ഹല്ലേലൂയ. നന്മയേറും വചനത്താൽ ചിന്മയരാജനെ കുറിച്ച് പാടിയ കഥ ചെമ്മയോടറിയിച്ചിടുന്നു ചിന്മയരാജനെ കുറിച്ചു പാടിയ കഥ ചെന്മയോടറിയിച്ചിടുന്നു അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭമൂലം അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭമൂലം എന്തു പരിപൂർണയാമിവൾ അണിയും വസ്ത്രം പൊൻകസവ് കൊണ്ടു നെയ്തതാ എന്തു പരിപൂർണ ആമിവൾ അണിയും വസ്ത്രം പൊൻകസവ് കൊണ്ടു നെയ്തതാ എൻ മനസ്സുയരും ഉയരുന്നകോ നന്മയേറും വചനത്താ എൻ മനസ്സുയരുന്നകോ നന്മയേറും വചനത്താൽ ചിന്മയരാജനെ കുറിച്ചു പാടിയ കഥ ചെന്മയോടറിയിച്ചിടുന്നു ചിന്മയരാജനെ കുറിച്ച് പാടിയ കഥ ചെന്മയോടറിയിച്ചിടുന്നു നിന്റെ മക്കൾ നിൻ പിതാക്കൾ കുള്ള പദവിയിലെത്തി നിന്റെ മക്കൾ നിൻ പിതാക്കൾ ഉള്ള പദവിയിലെത്തി ആയവർക്കു പകരം വാഴും സർവഭൂമിയിൽ നീയവരെ പ്രഭുക്കളാക്കും ആയവർക്കു പകരം വാഴും സർവഭൂമിയിൽ നീയവരെ പ്രഭുക്കളാക്കും എൻ മനസ്സുയരും ഉയരുന്നകോ നന്മയേറും വചനത്താ എൻ മനസ്സുയരുന്നകോ നന്മയേറും വചനത്താൽ ചിന്മയരാജനെ കുറിച്ചു പാടിയ കഥ ചെമ്മയോടറിയിച്ചിടുന്നു ചിന്മയരാജനെ കുറിച്ചു പാടിയ കഥ ചെന്മയോടറിയിച്ചിടുന്നു ഉന്നത സ്ഥിതനാം സ്വർഗ മന്നവേനും താൻ സൂതനും ഉന്നത സ്ഥിതനാം സ്വർഗ മന്നവേനും തൻ സൂതനോ എന്നുമുള്ളവിക്കും മംഗളം ആദി മുതൽക്ക് ഇന്നുമെന്നും ഭാവിച്ചിടട്ടെ എന്നുമുള്ളവിക്കും മംഗളം ആദി മുതൽക്ക് ഇന്നുമെന്നും ഭാവിച്ചിടട്ടെ എൻ മനസ്സുയരും നഗോ നന്മയേറും വചനത്താൽ എൻ മനസ്സുയരുന്നകോ നന്മയേറും വചനത്താൽ ചിന്മയരാജനെ കുറിച്ചു പാടിയ കഥ ചെമ്മയോടറിയിച്ചിടുന്നു ചിന്മയരാജനെ കുറിച്ചു പാടിയ കഥ ചെമ്മയോടറിയിച്ചിടുന്നു ചിന്മയരാജനെ കുറിച്ചു പാടിയ കഥ ചെമ്മയോടറിയിച്ചിടുന്നു ദന്തി ദന്തം കൊണ്ടുള്ളതാം ചന്തമേറിൻ രാജധാനി ദന്തം കൊണ്ടുള്ളതാം ചന്തമേറും രാജധാനി സാന്ത്വബോധം വരുത്തുന്നല്ലോ നീനക്കനീശം കമ്പിവാദ്യങ്ങളിൽ നിസ്വനം സ്വാന്തമോദം വരുത്തുന്നല്ലോ നീനക്കനീശം കമ്പിവാദ്യങ്ങളിൽ നിസ്വനം
എൻ മനസ്സുയരുന്നകോ നന്മയേറും വചനത്താൽ എൻ മനസ്സുയരുന്നകോ നന്മയേറും വചനത്താൽ എൻ മനസ്സുയരുന്നകോ നന്മയേറും വചനത്താൽ എൻ മനസ്സുയരുന്നകോ നന്മയേറും വചനത്താൽ ചിന്മയരാജനെ കുറിച്ചു പാടിയ കഥ ചെമ്മയോടറിയിച്ചിടുന്നു. ഓ ചിന്മയരാജനെ കുറിച്ചു പാടിയ കഥ ചെമ്മയോടറിയിച്ചിടുന്നു. ചിന്മയരാജനെ കുറിച്ചു പാടിയ കഥ ചെമ്മയോടറിയിച്ചിടുന്നു.